പൊളിയാ, നീ ശ്വാസം വിട്ടോ, ഇവിടെ ആരുമില്ല. അളിയൻ പോകുമ്പോ ചേച്ചി ഭയങ്കര കരച്ചിലും വിഷമവും ഒക്കെ ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ നമ്മള് വേണം അതൊക്കെ അറിഞ്ഞ് ചേച്ചി ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കാനായിട്ട് കേട്ടാ. അതൊക്കെ ഞാൻ ആശ്വസിപ്പിക്കാം. ഇപ്പൊ ശിവ ചേച്ചിയാണ് ആശ്വസിക്കേണ്ടത്. ഞാനാ എന്തിന്? ഷിബു റോക്സ് നാട് വിട്ടല്ലോ, അതിന് ചേച്ചിക്ക് സങ്കടം ഇല്ലേ? എനിക്കെന്ത് സങ്കടം? അവരെങ്ങോട്ടേലും പോട്ട് അങ്ങോട്ട്. ചേച്ചി ഷിബു റോക്സ് എങ്ങോട്ടാ പോകുന്നതെന്നെല്ലാം പറഞ്ഞു. പിന്നെ രാവിലെ വന്നപ്പോഴത്തേക്ക് എന്നെ മാറ്റി നിർത്തി എങ്ങോട്ടാ പോകുന്ന എടുത്ത് ടിക്കറ്റും കാണിച്ചെന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പോയത്. ആണോ? ഒരു വീക്ക് ഞാൻ വെച്ചേരും. എന്നോട് എന്തെങ്കിലും പറയുന്ന കണ്ടായിരുന്നാ നീ? ഇല്ല. ആ പിന്നെ ഒന്നും നിർത്തണം ചോദിക്കാനായിട്ട്. ഓരോന്ന് പറഞ്ഞുണ്ടായിക്കൊണ്ട് വന്നോളൂ. അവരെങ്ങനെ വെച്ചാ പോക്കോട്ടെ, നമുക്ക് എപ്പോ അതിലെന്താ എത്ര വിഷമം അല്ലേ? ആ വേണ്ട കഴിച്ചു. ചേച്ചി ഇത് എല്ലാരും കൂടി ഇരിക്കുന്നു, ഇപ്പം എന്നെ കൊണ്ട് പറയാൻ പറ്റും തോന്നല്ലോ കേട്ടാ. ചേച്ചി പറ. നീ തന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറ. ഒരു കാര്യം ചെയ്യും, അളിയും പറയല്ലേ. എനിക്കിതുപോലത്തെ മരണ വാർത്തയൊന്നും പറഞ്ഞ ശീലമില്ല, അതുകൊണ്ടാണ്. നമ്മൾ പിന്നെ സ്ഥിരം പറഞ്ഞോണ്ടാണ് നടക്കണേ. ചേച്ചി പോളിയാ. എന്താണ് മാറിയത് സംസാരിക്കുന്നേ? ചേച്ചി വിഷമൊക്കെ മാറിയാ? വിഷമോ? ഇവിളിതൊക്കെ അറിഞ്ഞോ? ഇതല്ല, ഇത് അളിയും മറ്റേ ഗൾഫിൽ പോണെന്ന് പറഞ്ഞില്ലേ, ആ വിഷമം. അങ്ങനെ ബാ ഇങ്ങോട്ട്. എനിക്ക് അറിഞ്ഞൂടെ എന്റെ ചേച്ചിയെ? ചേച്ചിക്ക് നല്ല വിഷമായെന്നും ഇപ്പോഴും നല്ല വിഷമമുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പുറത്ത് കാണുന്ന ഗൾഫിലോട്ടല്ലേ പോകുന്നത്. ഇതേന്നും പറഞ്ഞു ഇതാന്ന് വരാൻ പറ്റും ഇല്ല അളിയാ? അതന്നെ, ജസ്റ്റ് ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് പോകുന്നു, അവിടെ തിരിച്ച് ഫ്ലൈറ്റിൽ കയറി ഇങ്ങോട്ട് വരുന്നു, അത്രയും ദൂരമല്ലേ ഉള്ളൂ. എന്നാ ചില യാത്രകൾ അങ്ങനെ അല്ല, തിരിച്ചു വരാൻ പറ്റാത്ത യാത്രകളും ഉണ്ട്. അതേത് യാത്ര? അതങ്ങനെ ഒരു യാത്ര. ശിവ, ചില ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരും, അതുപോലെ തന്നെ പോവുകയും ചെയ്യും. ആരുടെ കാര്യമാണ് പറയണത്? അളിയന്റെ കാര്യമാണോ? കേശു, ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എനിക്ക് വയ്യ. ശിവ ഒരു പാവമായിരുന്നു. ആര്?